പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തശ്ശനും മുത്തശ്ശിയും അരികെ തന്നെ ദേവയാനി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് മുത്തശ്ശൻ പറയുന്നത്, ഇപ്പോൾ ഈയിടെയായിട്ട് മനസ്സിനും ശരീരത്തിനും ഭയങ്കര സുഖം എന്നുള്ള കാര്യം പറയുമ്പോൾ മുത്തശ്ശി ചിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ദേവയാനി ചോദിക്കുന്നുണ്ട്, അങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ട് അമ്മ എന്താ ചെയ്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എന്താ ദേവയാനി ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നത്? നയന തന്ന ആ സ്പെഷ്യൽ വിരുന്നിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു വലിയ ഗ്രാമവിരുന്ന് ഒരുക്കിയതുപോലെയല്ലേ അവളെല്ലാം ചെയ്തു കൂട്ടിയത്. അവൾക്ക് എന്താ ഇഷ്ടം എന്നുള്ള കാര്യം ഇവിടെ ആർക്കും അറിയില്ല. എന്നാൽ ഇവിടുത്തെ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ അവൾക്ക് നന്നായിട്ട് അറിയാം. ഇത് കേട്ടിട്ട് ദേവയാനിക്ക് അത്ര സൂഹിക്കുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ എണീറ്റ് പോകാൻ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്ക് നയനയെ കുറിച്ച് പറഞ്ഞത് അത്ര ഇഷ്ടപ്പെട്ട് കാണില്ല. പക്ഷേ ഈ വീട്ടിൽ വന്ന അന്ന് മുതൽ ഇവിടെ എല്ലാവർക്കും വേണ്ടതും ഇഷ്ടമായ കാര്യങ്ങൾ മാത്രമാണ് അവൾ ചെയ്തത്. എന്നാൽ നിനക്ക് അവളെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേക്കും നിന്റെ മുഖം അങ്ങ് മാറും. എന്താ അമ്മ എങ്ങനെയൊക്കെ പറയുന്നത്? അവളെന്താ എൻ്റെ ശത്രുവാണോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല അമ്മേ. നവ്യയുടെ കാര്യത്തിൽ അവൾ ചെയ്ത ദ്രോഹം, അതാണ് എനിക്ക് ദേഷ്യം വന്ന കാര്യം. അല്ലാതെ അവളുടെ അടുത്ത് പേഴ്സണലി എനിക്കൊരു വൈരാഗ്യവും ഇല്ല. തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവയാനി നിന്റെ അടുത്ത് കുറച്ച് നാളായിട്ട് ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ അച്ഛാ പറയൂ എന്നുള്ള കാര്യം പറയുമ്പോൾ, അവളെ ആദ്യം കണ്ടത് മുതലേ നീ അവളെ ശരിയായ രീതിയിലല്ല മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നീ വിചാരിക്കുന്നത് പോലെ അവള് മറ്റുള്ളവരുടെ സങ്കടത്തിലെ സന്തോഷം കാണുകയും മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന മെന്റാലിറ്റി ഒന്നുമല്ല അവൾക്ക്. നമ്മൾ ആരും ഈ വീട്ടിലില്ലാത്ത സമയത്ത് ആദർശിന് സുഖമില്ലാത്ത ആയപ്പോൾ അവള് ഹോസ്പിറ്റലിൽ പോയിട്ട് അത്രയും കച്ചറയൊക്കെ ഉണ്ടാക്കിയിട്ട് അവന് വേണ്ട ചികിത്സ വേണ്ട സമയത്ത് തന്നെ മേടിച്ചു കൊടുത്തില്ലേ? അതുപോലെ തന്നെ വീട്ടിലെ ഓരോരുത്തരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ നോക്കി നോക്കി ചെയ്യുന്നു. അവളൊരു പാവാണ്. നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നവളെ നമ്മൾ തന്നെ നോക്കണം. നിനക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവളിപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോലും പോകുന്നില്ല. അവളുടെ ഇഷ്ടങ്ങളെ എല്ലാം മൂടി വെച്ച് അവളുടെ ഡിസൈനിങ്ങും കാര്യങ്ങളും എല്ലാം നിർത്തി വെച്ചിട്ട് ഇവിടെ അവള് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ആരോടും ഒരു പരാതിയും പരിഭവം ഒന്നും പറയാതെ നടക്കുന്നില്ലേ? ഇതൊക്കെ എത്ര വലിയ വിഷയമാണ്. നമ്മുടെ വീട്ടിലെ സ്വന്തം കുട്ടികൾ പോലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. എവിടെയോ ജനിച്ച് എവിടെയോ വളർന്നിട്ട് അവളുടെ കുലദൈവങ്ങളെയും അതുപോലെ അവളുടെ ഫ്രണ്ട്സിനെയും എല്ലാം വിട്ട് നമ്മളെ വിശ്വസിച്ചിട്ട് ഇപ്പോൾ ഈ വീട്ടിലേക്ക് കയറി വന്നു. എന്നിട്ട് അവളെ നമ്മൾ നല്ല രീതിയിൽ തന്നെ സ്നേഹിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യണം. എൻ്റെ ശരീരവും മനസ്സും സുഖമല്ല എന്നുള്ള കാര്യം മനസ്സിലായിട്ട് അവൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങോട്ട് നോക്ക് ദേവയാനി, നീ വിചാരിച്ചിരിക്കുന്നത് ആദർശിന്റെ ജീവിതം അവൾ തകർത്തു എന്നാണ്. എന്നാൽ സത്യം അതല്ല. നമ്മൾ തന്നെ തേടി പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇങ്ങനെ ഒരു മരുമകൾ നമുക്ക് ഒരിക്കലും കിട്ടില്ലായിരുന്നു. ആദർശ് നയനയും ഒരുമിച്ച് ചേർന്നിട്ട് നല്ല സുഖത്തിൽ ജീവിക്കുകയും അവർക്കൊരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷം എനിക്കും മുത്തശ്ശനും വേറെ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ ദേവയാനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല. പക്ഷെ കാണിക്കാൻ പറ്റൂല്ലോ. അത് കഴിഞ്ഞിട്ട് നവ്യ ആവശ്യപ്പെടുന്നത് പ്രകാരം നവ്യയുടെ റൂമിലേക്ക് നയന വരികയാണ്. എന്താ ചേച്ചി പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടി പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നയനെ നീ തന്ന ധൈര്യത്തിന്റെ പുറത്ത് ഞാൻ ആ നിർമ്മലിനെ വിളിച്ചിട്ട് കണക്കിന് കൊടുത്തു എന്ന് പറയണേ. ചേച്ചി എന്താ ചെയ്തത്? അവൻ വീണ്ടും എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവന് കണക്കിന് കൊടുക്കുകയും എന്നിട്ട് ഇനി കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ നിന്നെ പോലീസിൽ ഏൽപ്പിക്കുന്നൊക്കെ പറഞ്ഞു. അവൻ പേടിച്ചിട്ട് ഫോൺ തന്നെ കട്ട് ചെയ്തിട്ട് പോയി. ഇത് കേൾക്കുമ്പോൾ നവ്യ അയ്യോ എന്ന് പറഞ്ഞിട്ട് തലയ്ക്ക് കൈവയ്ക്കുകയാണ് കേട്ടോ. നയനെ അയാള് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് തന്നെ പോയി ഫോൺ എന്നൊക്കെ പറയാണേ. തുടർന്ന് നയന പറയുന്നുണ്ട്, ചേച്ചി എല്ലാം തൊലച്ചല്ലോ. അയ്യോ, അവനെ കയ്യോടെ പിടിച്ചിട്ട് പോലീസിൽ ഏൽപ്പിക്കാനുള്ള വഴിയാണ് ചേച്ചി നോക്കേണ്ടത്. ഇങ്ങനെ അവനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഇതുപോലെ തന്നെ പിന്നെയും ശല്യം ചെയ്യില്ലേ? എന്താ ചേച്ചി അവനെ വെറുതെ വിടണമെന്നാണോ ചേച്ചി പറയുന്നത്? നീ തന്നെയല്ലേ ഇത് സങ്കടപ്പെടണ്ട പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ധൈര്യം തന്നത്. എന്നിട്ടിപ്പം നീ പറയുന്നു ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു എന്ന്. എന്തായാലും അവൻ പേടിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തല്ലോ. ഇനി എന്തായാലും അവൻ എൻ്റെ വഴിക്ക് തന്നെ വരുമെന്ന് തോന്നുന്നില്ല. ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ ഇതിനും വലിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. അതൊന്നെങ്കിലെങ്കിൽ ചേച്ചിനോട് അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും. ഇങ്ങനത്തെ വെറുതെ വിടരുത്. അങ്ങനെ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ നവ്യയുടെ ഫോണിലേക്ക് വേറൊരു മെസ്സേജ് വരുന്ന ടോൺ കേൾക്കുന്നത്. എടുത്തു നോക്കുമ്പോൾ അതൊരു വീഡിയോ ആയിരുന്നു. മോർഫിംഗ് ചെയ്തിട്ട് ഒരു വൃത്തികെട്ട വീഡിയോ ആണ് നിർമ്മൽ അയച്ചിരിക്കുന്നത്. നവ്യയുടെയും അതുപോലെ നിർമ്മലിനെയും കൂടി ചേർത്തിട്ടുള്ള ആ വീഡിയോ കണ്ടിട്ട് നവ്യ കരയാണ് കേട്ടോ. സത്യമായിട്ട് ഇത് ഞാനല്ല, അവൻ എന്തൊക്കെയോ ചെയ്താന്ന് പറയുമ്പോൾ ആ ഫോൺ മേടിച്ചിട്ട് വീഡിയോ നോക്കുകയാണ് കേട്ടോ. കണ്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ നയന. അപ്പോഴാണ് ആദർശ് നയനയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. തുടർന്ന് ചേച്ചി കരയല്ലേ, കരയാണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ കരയാണ്ടിരിക്കും? ഇതാ ചേച്ചി ഞാൻ പറഞ്ഞത്,
അവൻ്റെ അടുത്ത് ദേഷ്യത്തോട് കൂടിയിട്ട് പെരുമാറിയിട്ട് അവനെ വെറുതെ പ്രൊവോക്ക് ചെയ്യരുത്. അല്ലാതെ സമാധാനപരമായിട്ട് അവൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്ന് ചേച്ചി ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അങ്ങനെ ആദർശ് വീണ്ടും നയനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. എന്തിനായിരിക്കും ആദർശേട്ടൻ വീണ്ടും വിളിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഫോൺ എടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ റൂമിലേക്ക് വാ എന്നാണ് ആദർശ് പറയുന്നത്. ചേച്ചി ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആദർശിന്റെ റൂമിലേക്ക് പോവാണ്. ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം, എന്തിനാ വിളിച്ചത് ആദർശേട്ടാ? അതിൻ്റെ ഒരു ഫയൽ എടുത്തിട്ട് നയനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നയന അത് നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് പോലീസുകാരൻ അൺഒഫീഷ്യലായിട്ട് ആ നിർമ്മലിനെ കുറിച്ചിട്ട് അന്വേഷിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നീ വിചാരിക്കുന്നത് പോലെ ആ നിർമ്മല അത്ര തെറ്റായ ഒരാളൊന്നുമല്ല. അവൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരാളാണ്. അവനൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. നിന്റെ ചേച്ചി പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കണോ എന്നുള്ള കാര്യം ഒന്നുകൂടി ചിന്തിക്കണം എന്ന് പറയുകയാണേ. ഇത് കേട്ടിട്ട് നയന ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താണെന്ന് ആദർശ് ചോദിക്കുമ്പോൾ, ഇതുപോലെ ഒരു കാര്യം വന്നപ്പോൾ നിങ്ങൾ എത്ര നൈസായിട്ടാണ് എൻ്റെ ചേച്ചിയെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ സ്ഥാനത്ത് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അനിയത്തിക്കോ ചേച്ചിക്കോ ആർക്കെങ്കിലും ആണ് ഇങ്ങനെ ഒരു സംഭവം വന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴിവാക്കുമായിരുന്നോ നിങ്ങൾ ചെയ്യുക? എൻ്റെ അനിയത്തി ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ല. ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ട് അവരൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് കേട്ടോ ആദർശ് പറയുന്നത്. ആദർശേട്ടാ, നിങ്ങളുടെ മേലെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. അതാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് കരുതി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞതെല്ലാം കേട്ടിട്ട് വീണ്ടും നിങ്ങൾ പോലീസിന്റെ പുറകെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് വലിയ പ്രശ്നം ഉണ്ടാവുമായിരുന്നു? പോലീസിന്റെ അടുത്ത് പോയാൽ ഇതിൽ കൂടുതൽ എന്ത് പ്രശ്നം ഉണ്ടാവാം? പോലീസിന്റെ അടുത്ത് പോയാൽ അവൻ എന്ത് പേടിക്കുമോ? അതൊക്കെ സാധാരണപ്പെട്ട ആളുകളെ പേടിക്കുള്ളൂ. പക്ഷേ ഇവനെ പോലത്തെ ആൾക്കാർ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. കുറച്ചു നേരത്തിന് മുമ്പ് എൻ്റെ ചേച്ചിയുടെ ഫോണിലേക്ക് അവനൊരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിയും അതുപോലെ അവനും കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രാഫിക് ചേർത്ത വീഡിയോ. ചേച്ചി ആകെ ടെൻഷനിലാണുള്ളത്. നിങ്ങൾ ഫോൺ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കെന്തോ ഇതിന്റെ പിന്നിൽ അഭിയാണെന്നൊരു സംശയം എന്ന് പറയുമ്പോൾ, ആരെങ്കിലും കല്യാണം കഴിച്ച് സ്വന്തം ഭാര്യയെ ഇങ്ങനെ മോശപ്പെടുത്തി ചിത്രീകരിക്കുമോ എന്ന് ആദർശ് ചോദിക്കുകയാണേ. ഇത് കേട്ട നയന പറയുന്നുണ്ട്, അഭി എന്ത് തെണ്ടിത്തരവും ചെയ്യും. എൻ്റെ ചേച്ചിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായില്ല. നിങ്ങളുടെ അനിയനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വന്നു അല്ലേ? എന്നിട്ട് ആ ഫയൽ അവിടെ വെച്ചിട്ട് നേരെ കബോർഡിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുത്ത് കൊണ്ടുപോയിട്ട് ആദർശിന്റെ കയ്യിൽ കൊടുക്കുകയാണേ. അത് നിർമ്മലിന്റെയും നവ്യയുടെയും ഫോട്ടോ ആണ്. എന്നിട്ട് നോക്കി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട്, ഈ ഫോട്ടോ എനിക്ക് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. ഇത് കണ്ടിട്ടാണ് ഞാൻ നവ്യയുടെ ഈ കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി തുടങ്ങിയത്. ഈ ഫോട്ടോ കൊണ്ടുപോയിട്ട് നവ്യയുടെ കയ്യിൽ കാണിച്ചപ്പോഴാണ് അവൾ എൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. എന്നതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഈ ഫോട്ടോ നമ്മുടെ വീട്ടിലെ ഹാളിൽ ആര് കൊണ്ടുപോയിട്ട് ഇത്ര റിസ്ക് എടുത്തിട്ട് ഇടും? ഇത് ആരിട്ടു എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഇതെന്തായാലും അഭി ചെയ്യില്ല എന്നുള്ള കാര്യമാണ് കേട്ടോ ആദർശ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരും കേട്ടോ. നിങ്ങളുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെ അനിയൻ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അവനെ വിട്ടുകൊടുക്കാതെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കെ. എനിക്ക് എൻ്റെ ചേച്ചിയുടെ ജീവിതമാണ് പ്രധാനം. ഞാൻ അവളുടെ അടുത്തേക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ആദർശിൻ്റെ അരികിൽ നിന്ന് നയന പോവാണ് കേട്ടോ. നവ്യനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഫോണിലേക്ക് വീണ്ടും ആ നിർമ്മല വിളിക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്ന കത്തി എടുക്കുകയാണ് കേട്ടോ. കത്തിയെടുത്ത് കൈ പിടിച്ചിട്ട്, അന്നൊരു വൃത്തികെട്ട ആഡിനകത്ത് ഞാൻ പോയിട്ട് അയച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ചെയ്തു എന്നേ പറയുള്ളൂ. ഒരിക്കലും അഭി പോലും എന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെയിൻ കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോഴാണ് നയന അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. എന്നിട്ട് നവ്യയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് ഓടി ചെന്നിട്ട്. ഇവിടെ നയനെ എനിക്കിനി ജീവിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ, ചേച്ചി എന്തിനാ ജീവിതം അവസാനിപ്പിക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതിന് എന്തിനാ ചേച്ചി ജീവിതം അവസാനിപ്പിക്കുന്നത്? ഇവിടെ വാ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ എന്താ നയനെ ചെയ്യേണ്ടത്? എനിക്ക് ഇതല്ലാതെ മറ്റൊരു വഴിയും അറിയില്ല. ചേച്ചിയുടെ അടുത്ത് പറഞ്ഞില്ലേ ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. പിന്നെ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തതിൻ്റെ പിന്നിൽ ചേച്ചി എന്തിനാ ചേച്ചിയുടെ ജീവിതം അവസാനിപ്പിക്കുന്നത്? ചേച്ചി മരിച്ചാലും ആ പഴി ചേച്ചിയുടെ മേൽ തന്നെ ഇരിക്കും. തെറ്റ് ചെയ്തത് ചേച്ചിയാണെന്ന് വരും. ചേച്ചി എന്തിനാ മരിക്കുന്നത്? അതല്ല നയനെ, ഈ കാര്യം എങ്ങാനും സോഷ്യൽ മീഡിയയിലോ മറ്റോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ വൃത്തികേടാണ്. പിന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ മാനം എല്ലാം പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. മരണം ഒന്നിനൊരു പരിഹാരമല്ല. നീ തെറ്റ് ചെയ്തത് കൊണ്ടാണ് സൂയിസൈഡ് ചെയ്തതെന്ന് എല്ലാവരും തെറ്റായിട്ട് പറയും. ധൈര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം. അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അവൻ്റെ ആവശ്യം എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവനെ എങ്ങനെയെങ്കിലും നേരിൽ വരാൻ വേണ്ടി പറഞ്ഞിട്ട് അവൻ്റെ കാര്യം എന്താ മനസ്സിലാക്കിയിട്ട് നൈസായിട്ട് അവനെ പോലീസിൽ ഏൽപ്പിക്കണം. തുടർന്ന് നിർമ്മലിനാണ് കേട്ടോ കാണിക്കുന്നത്. നവ്യ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് ആകെ ടെൻഷനിലാണ്. വാതിലിന് വന്നിട്ട് ആരും മുട്ടുന്നത് കേൾക്കുമ്പോൾ, അയ്യോ ഇനിയിപ്പോൾ നവ്യ പറഞ്ഞതുപോലെ ഇനി പോലീസായിരിക്കും എന്നുള്ള ഭയത്തോടു കൂടി ചെന്ന് തുറന്നു നോക്കുമ്പോൾ വന്നത് അഭിയാണ് കേട്ടോ. എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, സാർ ആദ്യം ഉള്ളിലേക്ക് വാ എന്ന് പറയാണ്. എന്നിട്ട്
നവ്യ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നീ എന്താ ഈ ചെറിയൊരു വിഷയം ഡീൽ ചെയ്യാൻ പേടിച്ചിട്ട് ഇവിടെ റൂമിനുള്ളിൽ ഫോണും സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ആകെ ഭയന്നിരിക്കുകയാണോ? നീ എന്തിനാണ്ടാ പേടിക്കുന്നത്? അവൾ കംപ്ലൈൻറ്റ് കൊടുക്കുവാണെങ്കിൽ എന്നിലൂടെയല്ലേ കൊടുക്കുകയുള്ളൂ. ഞാനല്ലേ ഇതൊക്കെ ഏൽപ്പിച്ചത്? ഞാൻ നിനക്ക് വേണ്ടിയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുമോ? ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്താൽ മതി എന്നുള്ള കാര്യം അബി പറയുമ്പോൾ, വേണ്ട സാർ, ഞാൻ ഇതിനെക്കുറിച്ച് ഇനി ചിന്തിക്കുന്നില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് ഇനി മുന്നോട്ട് പോകാനും താല്പര്യമില്ല, വേണമെങ്കിൽ സാർ എന്ന പൈസ ഞാൻ തിരിച്ചു തരാം എന്നൊക്കെ പറയണേ. ഇത് കേൾക്കുമ്പോൾ അബി ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അബി പറയുന്നത്, നമ്മൾ തമ്മിൽ സംസാരം എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നീ മനഃപൂർവ്വം മോർഫിങ് ചെയ്തിട്ട് എൻ്റെ ഭാര്യ അപമാനിക്കാൻ വേണ്ടിയിട്ട് ചെയ്താന്നൊക്കെ പറഞ്ഞ് ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നീ അകത്തായിരിക്കും. നിനക്കത് കാണണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എന്താ സാർ, എന്നെ തന്നെ പേടിപ്പിക്കുകയാണോ? ഏയ്, നീ എന്താ പേടിച്ചു പോയോ? ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ അടുത്ത് പറഞ്ഞത്. നീ സന്തോഷമായിട്ടിരിക്കണം, അതുപോലെ തന്നെ എന്നെക്കുറിച്ചൊന്നും നീ ചിന്തിക്കുകയും വേണം. അവൾ ഓവർ കോൺഫിഡൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ റെഡിയാക്കി വെച്ചത്. അത് അയച്ചു കഴിഞ്ഞാൽ അവൾ എന്തായാലും നീ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ നീ പറയുന്ന എന്തും അവൾ ചെയ്യും. നീ ഇപ്പോൾ ഒന്ന് അവളെ വിളിച്ചു നോക്ക്. നിന്റെ വീഡിയോ കണ്ടിട്ട് അവൾ ആകെ ഞെട്ടിയിട്ടുണ്ടാകും. ഇന്ന് രാത്രി മീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി പറയുമ്പോൾ അവൾ കിടകിട വിറയ്ക്കും. ബ്രോ നോക്കി നിൽക്കാതെ പെട്ടെന്ന് തന്നെ വോയിസ് നോട്ട് അയക്കി. അതിന് വോയിസ് നോട്ട് അയക്കുകയാണ് കേട്ടോ നിർമ്മൽ. നവ്യ, ഇന്ന് രാത്രി നമുക്ക് മീറ്റ് ചെയ്യണം. നീ ഭയങ്കര ദേഷ്യത്തോടു കൂടി സംസാരിച്ചല്ലോ. ആ അഹങ്കാരമൊക്കെ നിനക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉണ്ടോ എന്നൊക്കെയാണ് കേട്ടോ വോയിസ് നോട്ട് അയക്കുന്നത്. അങ്ങനെ പറഞ്ഞതെല്ലാം സെറ്റ് എന്ന് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞ് നവ്യ റൂമിൽ ഇരുന്ന് കരയുമ്പോൾ അങ്ങോട്ടേക്ക് ജ്യൂസുമായിട്ട് നയന വരുന്നുണ്ട്. ജ്യൂസ് വേണ്ട എന്ന് പറയുന്ന നവ്യയെ നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ് കേട്ടോ നയന. തുടർന്ന് ആ വോയിസ് നോട്ട് കാണുകയും, കണ്ടില്ലേ അവൻ എന്ത് രീതിയിലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്ന് പറഞ്ഞിട്ട് നവ്യ കരയുമ്പോൾ, ചേച്ചി ഇതിന് തിരിച്ച് മറുപടി കാണാം എന്ന് പറഞ്ഞിട്ട് അയക്കുക എന്ന് പറയാണ്. എന്തായാലും അവൻ നേരിൽ വരുന്ന സമയത്ത് അവൻ്റെ അഹങ്കാരം തീർത്ത് കൊടുത്തിട്ട് അവനെ പോലീസിൽ ഏൽപ്പിക്കണം. ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനില്ലേ ചേച്ചീൻ്റെ കൂടെ, നമ്മൾ എന്തായാലും അവനെ മീറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ആദർശ് ചിന്തിക്കുന്ന എന്താ വെച്ചാൽ, നവ്യയുടെ കാര്യത്തിൽ നയന ഇത്രയും വാശിയോട് കൂടിയിട്ട് മുന്നോട്ട് പോവാണ്. ഇതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ അവർ പറയുന്നതനുസരിച്ചിട്ട് ഇവർ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. ഇവിടെ മുത്തശ്ശിനെ ഒരുപാട് സങ്കടപ്പെടും. ഇനിയിപ്പോൾ മുത്തശ്ശിൻ്റെ ഈ അവസ്ഥയിൽ ഇതും കൂടി കേട്ട് കഴിഞ്ഞാൽ അത് വലിയ ഒരു മാനസിക വിഷമം തന്നെ മുത്തശ്ശിനുണ്ടാക്കും. എന്തായാലും ഇൻസ്പെക്ടർ വിളിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. നിർമ്മലിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എൻ്റെ വൈഫിന് കൈമാറി. അപ്പോഴാണ് അറിഞ്ഞത് മോർഫിങ് ചെയ്തിട്ട് എന്തോ ഒരു വൃത്തികെട്ട വീഡിയോസ് അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. എന്തായാലും അവൻ ആൾ ശരിയാണെന്ന് തോന്നുന്നില്ല. അവനെന്തോ വീട്ടിലില്ല, ഏതോ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. പോലീസിനെ ഡൈവേർട്ട് ചെയ്തുള്ള രീതിയിലാണ് അവൻ്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും എന്നൊക്കെ പറയുകയാണ്. എൻ്റെ വൈഫ് ഒരുപക്ഷെ അവരെ തേടി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസ്പെക്ടർ സാർ ഒന്ന് അവരെ ഫോളോ ചെയ്യണമെന്ന് പറയുമ്പോൾ, സാർ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ അൺഒഫീഷ്യലായിട്ട് അന്വേഷിച്ചത് കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ലേഡീസിനെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് അൺഒഫീഷ്യലായിട്ട് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ സാറ് ഒന്ന് അവരെ നോക്കിയാൽ മതി, ഏത് വഴിയാണ് പോകുന്നത് എന്നുള്ള കാര്യം ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് പാസ് ചെയ്താൽ മതി, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആദർശ് ഫോൺ കട്ട് ചെയ്യാണ്. തുടർന്ന് വീണ്ടും നവ്യയുടെ ഫോണിലേക്ക് നിർമ്മൽ വിളിക്കുകയാണ് കേട്ടോ. എന്തായാലും ഫോൺ എടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി അയച്ചാലോ എന്നുള്ള ഭയത്തിലാണ് ഫോൺ എടുക്കുന്നത്. എന്താടാ, നിന്നെ ഞാനൊരു ഫ്രണ്ടായിട്ട് കണ്ടിട്ട് നീ എങ്ങനെയാടാ നിനക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തോന്നിയത്, എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിച്ച് ഭയങ്കര ചോദ്യം ചെയ്യലാണേ. അന്ന് എനിക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് നിന്നെ വെറുതെ വിട്ടു, പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയുണ്ട് ആ വീഡിയോ, നല്ല രസമില്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുകയാണേ. എടാ, നിന്നെ ഞാനെന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാൻ വേണ്ടി വന്നത്, നിനക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണോ? കുറച്ചു നേരം മുമ്പ് നീ എന്തൊരു സംസാരമായിരുന്നു, ഇപ്പം എന്താ പേടിച്ചു പോയോ വീഡിയോ കണ്ടതിന് ശേഷം? ഇനി നീ പേടിക്കണം ഈ നിർമ്മലിനെ. ഞാനൊരു തെറ്റും ചെയ്യാത്ത സ്ഥിതിക്ക് പിന്നെ നീ എന്തിനാ ഇങ്ങനത്തെ ഒരു കള്ളത്തരം ഉണ്ടാക്കിയിട്ട് എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്? നീ ന്യായം അത് ഇതൊന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരട്ടാൻ നിൽക്കണ്ട. നിനക്ക് അത് പറയാനുള്ള ഒരു യോഗ്യതയും ഇല്ല. എന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ട നിനക്ക് തരുന്ന ശിക്ഷ ഇതാണ്. പിന്നെ നാളെ കാണാമെന്ന് നമ്മൾ പറഞ്ഞില്ലേ, കാണാൻ വേണ്ടി വരുന്ന സമയത്ത് നല്ല ബ്ലാക്ക് സാരിയിൽ സുന്ദരമായിട്ട് വരണമെന്ന് പറയണേ. അത് കേൾക്കുമ്പോൾ ശരിയെന്ന് ദേഷ്യത്തോട് കൂടിയിട്ട് നവ്യ പറയുന്നുണ്ട്. ബേബി കുറച്ച് ചിരിച്ച് സന്തോഷത്തോടു കൂടി പറയുമെന്ന് പറയുമ്പോൾ നവ്യയ്ക്ക് ആകെ ദേഷ്യം കയറുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഓക്കെ ബേബി ബായ് എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. എന്നാൽ നയന റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദർശ് വരികയാണേ. എന്താ, എന്തെങ്കിലും വേണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അല്ല, ഇപ്പോൾ പോലീസ് വീണ്ടും വിളിച്ചു, അവൻ
അവൻ്റെ അഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവൻ അവിടെയല്ല ഇപ്പോൾ താമസിക്കുന്നത്, വേറെ എവിടെയാണ്. ഒരു അഡ്രസ്സിൻ്റെ ആ തന്ന ഇതിലേക്കൊന്നും വരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട്, നിങ്ങളല്ലേ പറഞ്ഞത് അവൻ വലിയ നല്ലവനാണ്, അവന് ക്ലീൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അവൻ നല്ലവനാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ അവൻ്റെ വീട്ടിലേക്ക് വരാതെ അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞ് നടക്കണം എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അങ്ങനെ ആദർശ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്നുള്ള കാര്യം ആദർശിന് മനസ്സിലായി തുടങ്ങുകയാണ് വിചാരിച്ചതൊക്കെ. അങ്ങനെ നയനയുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുകയാണ്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ്